ഓട്ടോസ്ക്ലിയോസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കുഹാസിൽ ഒരുപാട് തവണ പ്രീവിയസ് ഇയർ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് എസ്സേ ചോദിച്ചിട്ടുണ്ട്, ഷോർട്ട് എസ്സേ ചോദിച്ചിട്ടുണ്ട്, കുറേ ഷോർട്ട് ആൻസറും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എസ്സേയുടെ മെയിൻ പ്രസൻറ്റേഷൻ എന്തെന്ന് വെച്ചാൽ 20 to 30 year old ഫീമെയിൽ ഹൂ ഈസ് പ്രഗ്നൻറ്റ് കമ്മിങ് വിത്ത് ബൈലാട്രൽ ഹിയറിംഗ് ലോസ്. അതായത് 20 to 30 വയസ്സുള്ളൊരു ഫീമെയിൽ പ്രഗ്നൻ്റ് ആയിട്ട് വരുന്നു, ബൈലാട്രൽ ഹിയറിംഗ് ലോസ് ആണ് പ്രോബ്ലം. അത് വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി ഇതിൻ്റെ എത്തിയോളജി എന്ന് പറയുമ്പം ഹെറിഡിറ്ററി ഉണ്ട്. ഹെറിഡിറ്ററി 50% പോസിറ്റീവ് കാണിക്കുന്നുണ്ട് ഫാമിലി ഹിസ്റ്ററി ആയിട്ട്. ഏത് ഹെറിഡിറ്ററിയാണ്? ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണ് കാണിക്കുന്നത്. ഇനി സെക്സ് നേരത്തെ പറഞ്ഞു, ഞാൻ പ്രസൻറ്റേഷനകത്ത് തന്നെ പറഞ്ഞു ഫീമെയിൽസ് ആണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഫീമെയിൽസ് ട്വൈസ് ആണ് മെന്നിനെക്കാട്ടി, പക്ഷേ ഇന്ത്യയിൽ പ്രിഡോമിനൻറ്റ് മെയിൽസ് ആണ്. ഇനി ഏജ് ഞാൻ നേരത്തെ പറഞ്ഞു 20 to 30 years. ഒന്നെങ്കിൽ പ്രഗ്നൻ്റ് ആവാം അല്ലെങ്കിൽ മെനോപോസ് ആവാം, കാരണം ഈ രണ്ട് കണ്ടീഷനിലും അത് വേഴ്സൺ ചെയ്യും. ഇനി പത്തോളജി എന്ന് പറയുമ്പം ഈ ഇംഗസും സ്റ്റേപ്പിസും ഇല്ലേ, ആ സ്റ്റേപ്പിസിൻ്റെ അവിടെയായിട്ട് ഭയങ്കര ബോൺ ഓവർ ഗ്രോത്ത് വരും. അങ്ങനെ ഓവർ ഗ്രോത്ത് വന്നിട്ട് ഈ സ്റ്റേപ്പിസ് അവിടെ ഫിക്സ് ആയിട്ടിരിക്കും, സ്റ്റേപ്പിസിന് മൊബിലിറ്റി നഷ്ടപ്പെടും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് വരും. ഏത് കണ്ടക്ഷനാണ് കുറയുന്നത്? എയർ കണ്ടക്ഷൻ കുറഞ്ഞു പോകും, ആ സ്റ്റേപ്പിസ് അങ്ങോട്ട് ഫിക്സ് ആയതുകൊണ്ട്. അതാണ് സംഭവിക്കുന്നത്. അതാണ് ഇതിൻ്റെ പത്തോളജി. ഇനി സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഹിയറിംഗ് ലോസാണ്, വേദനയൊന്നുമില്ല, പെയിൻലെസ്, ബൈലാട്രൽ പ്രോഗ്രസീവ് ഹിയറിംഗ് ലോസ്, ഇൻസീരിയസ് ഇൻ ഓൺസെറ്റ് ആണ്. ഇനി പാരാക്യൂസിസ് വിൽസി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഇവർക്ക് കേൾവിക്കുറവാണ്, പക്ഷേ ഇവർ ഭയങ്കര ബഹളമുണ്ട നോയ്സി സറൗണ്ടിങ്സ് ഇല്ല. അതായത് ഇപ്പോൾ ഒരു ആൾക്കൂട്ടം, ഒരു ഉത്സവം, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇവർക്ക് കേൾക്കാൻ പറ്റും നന്നായിട്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ആൾക്കാർ നന്നായിട്ട് അപ്പുറത്തുള്ള ആൾ കേൾക്കാൻ വേണ്ടി ഒച്ചത്തിൽ സംസാരിക്കും. അപ്പോൾ ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ അവർക്ക് കേൾക്കാൻ പറ്റും. അതാണ് ഈ ഫിനോമിനൻ. പിന്നെ ഇത് കോക്ലിയർ ഓട്ടോസ്ക്ലോസ് ഉണ്ട്, റിട്രോ കോക്ലിയർ ഉണ്ട്. അപ്പോൾ ഈ കോക്ലിയർ പത്തോളജി വരുമ്പോൾ ടിന്നിറ്റസ് പോസിറ്റീവ് ആയിരിക്കാം. ഈ വെർട്ടിഗോ പോലത്തുള്ള സാധനങ്ങളൊന്നും ഓട്ടോസ്ക്ലോസിനകത്ത് ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഇൻവെസ്റ്റിഗേഷൻ ഏതൊരാൾ കേൾവിക്കുറവായിട്ട് വന്നാലും ചെയ്യേണ്ട കുറച്ച് ബേസിക് 4 ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. ഒന്ന് ഓട്ടോസ്കോപ്പി, ചെവിയുടെ അടുത്ത് നോക്കിയിട്ട് നമ്മൾ ടിംപാനിക് മെംബ്രെയിൻ്റെ വ്യൂ നോക്കുന്നു. ഇനി അടുത്തത് ട്യൂണിങ് ഫോർക്ക് നോക്കുന്നു. ഏതൊക്കെ? റിന്നെ, വെബർ, അബ്സല്യൂട്ട് ബോൺ കണ്ടക്ഷനൊക്കെ നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓഡിയോമെട്രി നോക്കും, പിന്നെ ടിംപാനോമെട്രി നോക്കും. ഇത്ര ബേസ് സാധനങ്ങൾ എന്തായാലും എഴുതണം. അപ്പോൾ ആദ്യം നമ്മൾ ഓട്ടോസ്കോപ്പി. ആ പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നു, ഞാൻ ഡോക്ടറായിട്ട് ഇതെടുത്ത് ഓട്ടോസ്കോപ്പ് വെച്ച് നോക്കുന്നു. എന്ത് കാണാം? 90% നോർമൽ ടിംപാനിക് മെംബ്രെയിൻ ആയിരിക്കും. 10% ആക്റ്റീവ് കേസസിനകത്ത് ഒരു പിങ്ക് കളർ കാണാം. അതാണ് ഷ്വാർട്സ് സൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓട്ടോസ്കോപ്പ് കഴിഞ്ഞു, എൻ്റെ കയ്യിലുള്ള ട്യൂണിങ് ഫോർക്ക് എടുത്ത് അടിച്ച് ഞാൻ വെച്ച് നോക്കുന്നു. ആദ്യം ഞാൻ ഏത് നോക്കും? റിന്നെ നോക്കുമ്പോൾ എന്താ? എയർ കണ്ടക്ഷൻ കുറഞ്ഞു, ബോൺ കണ്ടക്ഷൻ ഗ്രേറ്റർ ദാൻ എയർ കണ്ടക്ഷൻ, റിന്നെ നെഗറ്റീവ്. റിന്നെ കഴിഞ്ഞു, ഞാൻ ഇനി അടുത്തത് വെബർ ചെയ്യും. വെബർ ചെയ്യുമ്പം ഇവിടെ കണ്ടക്ഷൻ ലോസ് ആണ്, സെൻസറി ലോസ് അല്ല. അതുകൊണ്ട് വേഴ്സ്റ്റ് ഇയറിലേക്കായിരിക്കും ലാറ്ററൈസ് ചെയ്യുന്നത്. അപ്പോൾ റിന്നെ നോക്കി, വെബർ നോക്കി. ഇനി അടുത്തത് അബ്സല്യൂട്ട് ബോൺ കണ്ടക്ഷൻ. എയർ കണ്ടക്ഷന് മാത്രമേ ഉള്ളൂ പ്രശ്നം, ബോൺ കണ്ടക്ഷൻ നോർമലാണ്. അപ്പോൾ ഇത് ടെസ്റ്റ് നോർമലാണ്. ഇനി അടുത്തത് ഞാൻ ഓഡിയോമെട്രിയിലേക്ക് കയറി. അപ്പോൾ ഇതിൻ്റെ ഫൈൻഡിങ്സ് തന്നെയല്ലേ ഇവിടെയും വരേണ്ടത്. എന്താ? ബോൺ കണ്ടക്ഷൻ ഗ്രേറ്റർ ദാൻ എയർ കണ്ടക്ഷൻ. ബോൺ കണ്ടക്ഷൻ ആണ് മേളിൽ, എയർ കണ്ടക്ഷൻ താഴെ. ഇനി ഈ ബോൺ കണ്ടക്ഷൻ 2000 ഹേർട്സിൽ എത്തുമ്പോൾ ബോൺ കണ്ടക്ഷനിലൊരു ഡിപ്പ് വരും, താഴത്തോട്ടൊരു ഡിപ്പ് വരും. ആ ഡിപ്പിൻ്റെ പേരാണ് കഹാർട്സ് നോച്ച്. MCQ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അതായിട്ട് തന്നെ ഷോർട്ട് ആൻസർ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ടിംപാനോമെട്രിക്കകത്തൊരു കോഡ് പറഞ്ഞുതരാം. സ്ക്ലീറോസിസ് AS ആണ് കർവ്. ഇതാണ് A കർവ്, അതിൻ്റെ താഴെയുള്ളതാണ് AS കർവ്. ഇങ്ങനെയാണ് വരച്ച് വെക്കേണ്ടത്. ഇനി നമുക്കൊരു ടെസ്റ്റിംഗ് കൂടെ ചെയ്യാം. സ്റ്റഫീഡിയൽ റിഫ്ലക്സ്. സ്റ്റേപ്പിസ് ഫിക്സ് ആയി പോയി, സ്റ്റഫീഡിയൽ റിഫ്ലക്സ് കിട്ടുമോ? കിട്ടില്ല. ഇനി അടുത്ത ലാസ്റ്റ് ഒരു HRCTയും കൂടെ എടുക്കുന്നു. HRCTക്കകത്തൊരു ഡബിൾ റിംഗ് സൈൻ കാണുന്നു. അതും കൂടെ എഴുതിയ ഇൻവെസ്റ്റിഗേഷൻ ഫുള്ളായി. ഇനി ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ, സർജിക്കൽ. മെഡിക്കൽ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. സോഡിയം ഫ്ലൂറൈഡ് നമ്മൾ ആക്റ്റീവായിരുന്ന എപ്പോഴാണ്? ഷോർട്ട് സൈൻ കാണുമ്പം, പിങ്കിഷ് കളർ കാണുമ്പം. അപ്പോൾ നമ്മൾ ഇടുന്നു, ഓസ്റ്റിയോബ്ലാസ്റ്റിൻ്റെ ആക്ടിവിറ്റി ഇടുന്നു. അത് കുറച്ചും കൂടെ മെച്ചർ ആവാൻ വേണ്ടിയാണ് സോഡിയം ഫ്ലൂറൈഡ് ഒഴിക്കുന്നത്. ഇനി ട്രീറ്റ്മെൻറ്റ് സ്റ്റഫിഡോട്ടമി. എന്തുവാ സ്റ്റഫിഡോട്ടമി? ഈ ഇംഗസും സ്റ്റേപ്പിസും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ ഡിസ്ലൊക്കേറ്റ് ആക്കുന്നു. എന്തിനാ? ഈ സ്റ്റേപ്പിസ് ഇവിടെ ഫിക്സ് ആയിട്ടിരിക്കുമല്ലേ, അപ്പോൾ ഇതിനെ രണ്ടിനെ
ഡിസ്ലൊക്കേറ്റ് ആവുന്നു. അപ്പോൾ ആദ്യം ഇൻകഡോ സ്റ്റഫീഡിയൽ ഡിസ്ലൊക്കേഷൻ, അത് കഴിഞ്ഞിട്ട് സ്റ്റേഫിസിൻ്റെ അവിടുത്തെ ടെൻഡൻ നമ്മൾ മുറിക്കുന്നു. ടെൻഡൻ മുറിച്ചിട്ട് സ്റ്റേപ്പിസിൻ്റെ ആ ഫിക്സ് ആയിട്ടുള്ള ഭാഗം റിമൂവ് ചെയ്യുന്നു. ആ സ്ട്രക്ചർ നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റേപ്പിസിൻ്റെ അവിടെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞേ. ഇനി വേറെ എന്തെങ്കിലും സാധനം എടുത്ത് വെക്കണം. ആ വെക്കുന്ന ഒരു പ്രോസ്തസിസ് എടുത്ത് അവിടെ വെക്കുന്നു. അറ്റാച്ച് പ്രോസ്തസിസ്, ആ ഫുഡ് പ്ലേറ്റിൽ ഓപ്പണിംഗ് ഇട്ടിട്ട് അവിടെ പ്രോസ്തസിസ് എടുത്ത് വെക്കുന്നു. അപ്പോൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇനി സർജറി പറ്റിയില്ലെങ്കിൽ നമുക്ക് ഹിയറിംഗ് എയ്ഡോ കോക്ലിയർ ഇംപ്ലാന്റോ വെക്കാം. ഇനി ഏതൊരു സർജറിക്കും കോംപ്ലിക്കേഷൻ ഉണ്ട്. എന്തൊക്കെ വരാം? ഞാൻ സർജറിയിൽ പറഞ്ഞാണ് ബ്ലീഡിങ്, ഇൻഫെക്ഷൻ, നെർവ് ഇഞ്ചറി. ഒരു 2 നെർവ് ഇഞ്ചറി പറയാം. മിഡിലിയറി കൂടെ പോണ നെർവ് ഏതൊക്കെയാണ്? കോഡ ടിംബാനി നെർവ് ഇഞ്ചറി വരാം. ടേസ്റ്റ് ഡിസ്റ്റർബൻസ് വരാം. ഇനി ഫേഷ്യൽ നെർവ് ഇഞ്ചറി വരാം. ചെവിയിൽ ചെയ്യുന്നതല്ലേ, കേൾവിക്കുറവ് വരാം. വെർട്ടിഗോ വരാം. ഫിസ്റ്റുല വരാം. കേൾവിക്കുറവ് സെൻസറി ന്യൂറൽ വരാം. ഡെഡ് ഇയർ വരാം. കണ്ടക്റ്റീവ് വരാം. കണ്ടക്റ്റീവ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ ഈ വെക്കണ പ്രോസ്തസിസ് ചെറുതാവാം, അല്ലെങ്കിൽ ലൂസ് ആവാം, അല്ലെങ്കിൽ അവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആവാം. ഇത്രയാണ് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.